വെൽക്കം ടു എജുപോഡ്. അപ്പോൾ നമ്മൾ മക്കളെ ഇന്ന് വന്നിട്ടുള്ളത് +1 ജോഗ്രഫി ക്ലാസ്സിലാണ് അല്ലേ. ജോഗ്രഫി. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ജോഗ്രഫി പഠിച്ചിട്ടുണ്ടോ? ഭൂമിശാസ്ത്രം. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിലൊക്കെ ആയിട്ട് നമ്മൾ 2 ബുക്കുകളിലെ ഒരു ബുക്കും ഹിസ്റ്ററിയും ഒരു ബുക്ക് നമ്മൾ ജോഗ്രഫിയുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോഗ്രഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയാത്ത മക്കളാവില്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ ജോഗ്രഫി എന്താണ് നമുക്ക് കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ജോഗ്രഫി ഒരു സബ്ജക്റ്റായിട്ടൊക്കെ പഠിക്കുമ്പോൾ അല്ലേ അടിപൊളിയായിരിക്കും അല്ലേ. ഇപ്പോൾ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സയൻസ് അല്ലേ. അപ്പോൾ നമ്മളൊരു ജോഗ്രഫിയൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഡിഗ്രിയും PG ഒക്കെ പോകുമ്പോൾ അത് എവിടെയാണ് വരുന്നത്? BSc സയൻസ് അല്ലേ, MSc സയൻസ് ഒക്കെ ആയിട്ടാണ്, MSc ജോഗ്രഫി ഒക്കെ ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് ഹ്യൂമാനിറ്റീസിലാണ് നമുക്ക് ഇപ്പോൾ ജോഗ്രഫി പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഒരു സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു ഡിസിപ്ലിനാണ് ഇത് പറയുന്നത്, ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രത്തിൽ ഭൂമി എന്താണ് അല്ലേ, നമ്മളൊക്കെ താമസിക്കുന്ന ഭൂമി അല്ലേ, നമ്മൾ ഭൂമിയുടെ അകത്താണോ പുറത്താണോ താമസിക്കുന്നത്, കമൻറ്റ് ചെയ്യുക കേട്ടോ എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഭൂമിയെക്കുറിച്ച് അല്ലേ, ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ചും ഉള്ളറകളെക്കുറിച്ചും അല്ലേ, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവം, യൂണിവേഴ്സലിനെ കുറിച്ച്, ഗ്രഹങ്ങളെക്കുറിച്ച് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒരുപാട് ടേംസും കോൺസെപ്റ്റുകളും അല്ലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്താവത് ടെൻഷൻ അടിക്കരുത്. കാരണം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നേ നിങ്ങൾ ജോഗ്രഫിയുടെ സിലബസ് എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് പാർട്ട് A പാർട്ട് B ആയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെ പഠിക്കുമെന്ന് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും അല്ലേ. ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, ഓരോ ചാപ്റ്റേഴ്സ് കൂടുന്തോറും അതിൻ്റെ ഭാരം കൂടി വരികയാണെന്നുള്ളൊക്കെ ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ടാകും, അതോ ഇല്ലാത്തവരും ഉണ്ടാകും അല്ലേ. അപ്പോൾ രസകരമായിട്ട് നമുക്ക് അല്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ജോഗ്രഫി പഠിക്കാനേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. മാത്രമല്ല ജോഗ്രഫി എന്ന് പറയുമ്പോൾ ബാക്കി വിഷയങ്ങളെ പോലെ ഹിസ്റ്ററിയെ പോലെയൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് എന്ത് ചെയ്താൻ പറ്റില്ല, അങ്ങോട്ട് വായ തോന്നിയ മൊത്തം അങ്ങോട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ എന്താണോ ക്വസ്റ്റ്യൻ അതിന് സ്പെസിഫിക് ആൻസേഴ്സ് മാത്രം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. കാരണം എന്താണ് അത് തിയറി ബേസ്ഡ് അല്ല, നമുക്ക് എന്താണോ ചോദിച്ച് ആ പോയിന്റ് ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് എഴുതണം. അപ്പോൾ ജോഗ്രഫി, എല്ലാവർക്കും ജോഗ്രഫിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ജോഗ്രഫി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, ജോഗ്രഫി ഈസ് എ സ്റ്റഡി ഓഫ് ദി എർത്ത് അല്ലേ, സർഫസ് അല്ലേ, ഭൂമിയുടെ ഉപരിതലം അല്ലേ, ക്ലൈമറ്റ്, പീപ്പിൾ, പ്ലേസ് ആൻഡ് എൻവിയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് അല്ലേ പരസ്പരം ഒരു കണക്ഷൻ അല്ലേ, കണക്ട് ചെയ്തിരിക്കുന്നതിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു താഴെ ചവിട്ടുന്ന മണ്ണ് ഉണ്ടായത് എങ്ങനെയാണ് അല്ലേ, നമ്മളെ നേരെ കാണുന്ന ഒരു കല്ല് അല്ലേ, ഒരു കല്ല് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിലുള്ള കല്ല് അല്ല, കല്ല് എവിടെ നിന്നാണോ ഉണ്ട്, ആ കല്ലിൻ്റെ പരിണാമങ്ങൾ എങ്ങനെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു മരം, ഒരു ട്രീ അല്ലേ, ആ ട്രീയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രദേശത്തിനെ കുറിച്ചുള്ള ഭൂമിയുടെ ഒരു എന്തൊക്കെയാണ് ഒരുപാട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ജോഗ്രഫിയിൽ നമുക്കൊരു തിയറീസും കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വരെ എവിടെ യെസ് +1 ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ അല്ലേ, സമൂഹശാസ്ത്രം എന്ന പഠനശാഖയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടോ? വേണ്ടേ? യെസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ പറയുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല. നമുക്കറിയാം ഓരോ ചാപ്റ്റേഴ്സും ഒരേ നമ്പേഴ്സ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സുകളാണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ചില ചാപ്റ്റേഴ്സൊക്കെ ഒരു ടോപ്പിക്ക് മാത്രമുള്ള ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ എന്ന ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് എന്നുള്ളത് അല്ലേ. എന്താണ്? ഓക്കെ, ഫസ്റ്റ് എന്താണ്? വാട്ട് ഈസ് ജോഗ്രഫി അല്ലേ, എന്താണ് ഭൂമിശാസ്ത്രം അല്ലേ. വാട്ട് ഈസ് ജോഗ്രഫി, എന്താ മക്കളെ ജോഗ്രഫി അല്ലേ. നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലേ, നിങ്ങളോട് ചാപ്റ്റർ ചോദിക്കുകയാണ് ടോപ്പിക്കായിട്ട് എന്താണ് ജോഗ്രഫി അല്ലേ. നിങ്ങൾക്കറിയാം ജോഗ്രഫി എന്താണെന്നുള്ളത് അല്ലേ, എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. എന്താണ് ജോഗ്രഫി? ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭൗതിക സവിശേഷതകളെക്കുറിച്ചും
അല്ലേ? അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, നമ്മൾ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡെൻസിറ്റി അല്ലേ, അതൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാത്രമാണ് ഇതൊക്കെ തന്നെയാണോ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ജോഗ്രഫി എന്നൊരു ടേമിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് അല്ലേ? ഈ ഒരു ജിയോഗ്രഫി എന്നൊരു ടേമിൻ്റെ മീനിങ് എന്താണ് അല്ലേ, എവിടെ നിന്നാണൊരു വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല ഡെഫിനിഷൻ അല്ലേ, ഡെഫിനിഷൻ ഇല്ലാതെ എന്ത് അല്ലേ ജോഗ്രഫി അല്ലേ, ഡെഫിനിഷൻസ് നമ്മളിവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി അല്ലേ. ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ നട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ടോപ്പിക്കാണ് മെയിൻ ടോപ്പിക് അല്ലേ, ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി. ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ അല്ലേ, നമുക്ക് 2 ബ്രാഞ്ചസ് ആണ്, 2 ശാഖകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് അപ്രോച്ച് അല്ലേ, സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനമാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക്ക് അല്ലേ. അപ്പോൾ നമുക്ക് 2 ശാഖയാണുള്ളത് പറഞ്ഞു. ഒന്ന് ഏതാണ്? യെസ്, ഏതാണ്? സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനം അല്ലേ, സിസ്റ്റമാറ്റിക് അപ്രോച്ച്. രണ്ടാമത്തെ ശാഖ ഏതാണ്? റീജിയണൽ അപ്രോച്ച് അല്ലേ, പ്രാദേശിക ഭൂമിശാസ്ത്ര പഠനം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കാണ്ട് എന്ത് ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് സ്റ്റഡി അല്ലേ. ഒരു സാമ്പ്രദായിക പഠനത്തിലൂടെ ഭൂമിശാസ്ത്രത്തെ നമുക്ക് എങ്ങനെ പഠിക്കാം അല്ലേ. അതിനകത്ത് നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ജിയോഗ്രഫി പഠിക്കുന്നുണ്ട്, അതുപോലെ അതിൻ്റെയും കുറച്ച് കാര്യങ്ങൾ അതിലും നമ്മൾ സബായിട്ട് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഹ്യൂമൻ ജിയോഗ്രഫി പഠിക്കുന്നുണ്ട്, അതിൻ്റെയും സബായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബയോ ജിയോഗ്രഫി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനത്തിൽ നമ്മൾ ഏതൊക്കെ പഠിക്കുന്നുണ്ട്? ഏതൊക്കെയുണ്ട്? യെസ്, ഫിസിക്കൽ ജിയോഗ്രഫി, അതുപോലെ തന്നെ ഹ്യൂമൻ ജിയോഗ്രഫി ആൻഡ് ബയോ ജിയോഗ്രഫി അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നൊക്കെ അറിയണ്ടേ അല്ലേ, പഠിക്കേണ്ടേ നിങ്ങൾക്ക്? യെസ്. നെക്സ്റ്റ് ടോപ്പിക്കുകൾ എന്ത് പറയുന്നത്? ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി ബേസ്ഡ് ഓൺ റീജിയണൽ അപ്രോച്ച് അല്ലേ, പ്രാദേശിക ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖ അല്ലേ. രണ്ടാമത്തെ അപ്രോച്ചാണ് ഇത് പറയുന്നത്. ഏതാണ്? റീജിയണൽ അപ്രോച്ച് അല്ലേ. ഈ റീജിയണൽ അപ്രോച്ച് പ്രാദേശിക ഭൂമിശാസ്ത്ര പഠനം നമ്മൾ 4 റീജിയണൽ അപ്രോച്ചസ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്? റീജിയണൽ പ്ലാനിങ് അല്ലേ, റീജിയണൽ സ്റ്റഡീസ്, റീജിയണൽ ഡെവലപ്പിംഗ്, റീജിയണൽ അനാലിസിസ്, 4 കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് നമുക്ക് അറിയണ്ടേ? അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇതിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2 അപ്രോച്ചുകളിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എന്ത് പറയുന്നത്? യെസ്, ഫിസിക്കൽ ജിയോഗ്രഫി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് അല്ലേ, ഭൗതിക ഭൂമിശാസ്ത്രവും അതിൻ്റെ പ്രാധാന്യവും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അല്ലേ ഫിസിക്കലായിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ ജിയോഗ്രഫിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം ലിതോസ്ഫിയർ അല്ലേ, ശിലാമണ്ഡലം, അതുപോലെ തന്നെ ജൈവമണ്ഡലം അല്ലേ, ബയോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ അല്ലേ, ജലമണ്ഡലം, അതുപോലെ അറ്റ്മോസ്ഫിയർ അല്ലേ, അന്തരീക്ഷ മണ്ഡലത്തിൽ 4 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ല. എന്താ ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ എന്നുള്ളതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്, അത് എവിടെയും +1 നമ്മൾ ജിയോഗ്രഫിയിൽ അത് പഠിക്കുന്നുണ്ട്. ദെൻ യെസ്, അപ്പോൾ ഇത്രയും ഒരു 4-5 ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുള്ളത്? +1 ജിയോഗ്രഫിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സംഭവം സിമ്പിളാണോ സംഭവം? സിമ്പിളാണോ എന്ന് പറയാം നിങ്ങൾ, സിമ്പിളാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. സിമ്പിളല്ല, കുറച്ചൊരു ഡിഫിക്കൽറ്റി ആണ് നമുക്ക്. ഫസ്റ്റ് ചാപ്റ്റർ മാത്രമല്ല, ഇനി അങ്ങോട്ട് പോകുന്ന കുറേ ചാപ്റ്റേഴ്സുകൾ അല്ലേ. അപ്പോൾ നമുക്ക് കുറേ ചിത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. മാത്രമല്ല ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും കൂടെ ഉണ്ട്? യെസ്, മാപ്പും കൂടെ ഉണ്ട് അല്ലേ. മാപ്പ് സ്റ്റഡി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ മാപ്പും ഒക്കെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നവർ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ജിയോഗ്രഫി പൊളിച്ച് പഠിക്കണ്ടേ? യെസ്, അപ്പോൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് ജിയോ പോർട്ടലിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല അടിപൊളി ഓരോ ടോപ്പിക്സും ഓരോ ചാപ്റ്റേഴ്സും എന്നുള്ള രീതിയിൽ വൃത്തിക്ക് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ജോയിൻ ചെയ്യൂ. അടിപൊളിയാണ്, ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.